ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു എക്സ്പെരിമെൻ്റ് അല്ല. ഇതിന് ഇനി എക്സ്പെരിമെൻ്റ് എന്ന് പറയുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അതായത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാങ്ങയുടെ സ്മെല്ലാണെങ്കിൽ എനിക്ക് പറയാൻ വയ്യ, കാരണം അത്രയും നല്ല രസമുണ്ടായിരുന്നു. പോരാത്തിന് കാണാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കട്ടിയും കൊണ്ട് കട്ട് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാ ഈ കത്തിയും കൊണ്ട് കട്ട് ചെയ്യുന്നത്, ഇങ്ങനെ കൈ കൊണ്ട് എടുക്കൽ എളുപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ട് എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മണം സഹിക്കാൻ വയ്യാതെ ഞാൻ അതിൻ്റെ ഒരു ബൈറ്റ് എടുക്കുന്നുണ്ട്. ആ ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അതെ, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഈ കാണാനും അതുപോലെ തന്നെ സ്മെല്ല് ചെയ്യാനും മാത്രമേ രസമുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ തന്നെ എൻ്റെ മൈൻഡിൽ പറഞ്ഞ് മനസ്സിലാക്കി, ഓക്കെ ഇത് നമുക്ക് കഴിക്കാനുള്ളതല്ലല്ലോ, നമുക്ക് എക്സ്പെരിമെൻ്റ് വീഡിയോ ഒക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എൻ്റെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം ആ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി എക്സ്പെരിമെൻ്റ് എന്താണെന്നുള്ളത് പറയണ്ടേ. അതായത് ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ സാധനം ഉണ്ടല്ലോ അത് മുറിച്ച് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് വണ്ടിനെ കാണാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഓക്കെ നമുക്ക് വണ്ടിനെ കാണാം എന്ന് പറഞ്ഞിട്ട് ഞാനതാ നേരെ നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വണ്ടിനെ കാണാൻ പറ്റും, കാരണം എങ്ങനെ അതിൻ്റെ ഉള്ളിൽ വണ്ടി കയറി ഇരിക്കേണ്ടാവുക എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാനത് വിട്ടിട്ട് പിന്നെ കൂടുതൽ ചിന്തിച്ചിട്ട് തല പുകയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് വിട്ടിട്ട് പിന്നെ അത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്യാൻ. പോരാത്തന്നെ ആ മാങ്ങയുടെ പഴുപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാനത് മുറിച്ച് വെച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ അത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഫുള്ളൊരു കറുപ്പ് പൊടി പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. എന്നിട്ട് ഞാനത് അവിടെ വെച്ചിട്ട് പോയിട്ട് ഒന്ന് കൈ വാഷ് ചെയ്ത് വന്നു. എന്നിട്ട് പിന്നെ ഞാനത് എടുത്ത് നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഫേക്കായിരിക്കും, കാരണം എനിക്കൊന്നും കാണുന്നുണ്ടായില്ല കേട്ടോ. അതായത് ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള 2 വണ്ടുകളായിരുന്നു കേട്ടോ. ഒന്നല്ല 2 വണ്ടുകളൊക്കെ ഉണ്ടാവുമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെറുതെയാണ്, ഫേക്കാണെന്നൊക്കെ വിചാരിച്ചു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ അടിമുടി നോക്കിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ല, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായില്ലല്ലോ. അപ്പോൾ എനിക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കി ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത്. അതായത് എൻ്റെ കയ്യിൽ കണ്ടോ ഒരു സാധനം ഒട്ടിയിരിക്കുന്നത്, അത് വണ്ടാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായി. ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് സംശയം ഉണ്ടായത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കണ്ടടാ അതിൻ്റെ ഉള്ളിൽ ഒരു വണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതെടുത്ത് കൈക്ക് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ അതിനവിടെ വെച്ചിട്ട് പിന്നെയും പോയി കൈ വാഷ് ചെയ്ത് വന്നു. എന്നിട്ട് പിന്നെ ഞാൻ നോക്കി, ഇനി അതെൻ്റെ കയ്യത്തെ ആണോ എന്നുള്ളത് അറിയില്ല. ടേബിളിൽ ഓൾറെഡി 2 കിടപ്പുണ്ടായിരുന്നു. അതായത് ഇപ്പം ഞാൻ വെച്ചതും പിന്നെ വേറെ ഒന്നുള്ളതും. ഇനി എൻ്റെ കയ്യിലുള്ളത് അത് വണ്ടാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കൈ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അങ്ങനെ പോയോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഉള്ളൊരു സങ്കടം ഉണ്ടായത് വേറെ ഒന്നല്ല, ഈ 2 വണ്ടിനും ജീവനുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കണ്ട വീഡിയോയ്ക്ക് 2 വണ്ടിനും ജീവനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ എക്സ്പെരിമെൻ്റ് വീഡിയോ എന്തായാലും സക്സസ്ഫുള്ളി ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ എക്സ്പെരിമെൻ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.